വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഞാനിത് മാമ്പഴ പുളിശ്ശേരി വെക്കുകയാണ്. മാമ്പഴ പുളിശ്ശേരി വെച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാൻ നേരം ഞാൻ വെറുതെ പെട്ടെന്നൊന്ന് എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ള ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാമ്പഴം തൊലി കളഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 10 ഉള്ളിയോളം ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. അങ്ങനെ അത് ഞാൻ മൂടി വെച്ച് വേവിക്കുവാണ്. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങയാണ് ഞാനൊരു 3/4 കപ്പ് തേങ്ങ തിരികിയത്. അതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ജീരകം, 2 പച്ചമുളക്, അത്രയാണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട്, അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത്. പച്ചമുളകും കീറിയിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ജീരകവും. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം. നല്ലപോലെ അരയണം, തരിയായിട്ട് കിടക്കരുത്, നല്ലപോലെ അരയണം. ഇത് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ എല്ലാം വെന്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് അരപ്പൊഴിക്കാം. അപ്പോൾ അരപ്പൊഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും പിന്നെ ചെയ്യേണ്ടത് നമുക്ക് തൈരും കൂടെ, ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് എത്രയൊക്കെ അളവെന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കകത്തുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കടുകും വറുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന വീഡിയോ ആണിത്. പിന്നെ ഇന്ന് ഇപ്പം എൻ്റെ മൂച്ചൂട്ടൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ആ പിള്ളേരെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പായസവും ഒക്കെ ഉണ്ടാക്കും. എല്ലാം ഞാൻ ഇവിടെയും ഉണ്ടാക്കും. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം. ഇങ്ങനെ സേമിയ പായസം ഉണ്ടാക്കി. പിന്നെ ഞാൻ വൈകിട്ടത്തേക്ക് ബട്ടർ ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമുള്ള, അപ്പോൾ ആരെണ്ണം ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ ചിക്കൻ. അപ്പം വൈകിട്ടത്തേക്ക് ബട്ടർ ചിക്കനും ഉണ്ടാക്കി. അങ്ങനെ പിള്ളേരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പുറത്ത് പോയി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ 2 പേരും കൂടെ പള്ളിയിലൊക്കെ പോയേക്കുവാണ്. പള്ളിയിലൊക്കെ പോയേച്ച് അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും ബർത്ത്ഡേ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ പിള്ളേർ കൂടെ ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു വിഷമമാണ്. എന്നാലും രാത്രി കറക്റ്റ് 12 മണിക്ക് തന്നെ വിളിച്ച് വിഷ് ചെയ്യുകയൊക്കെ ചെയ്യും ഞങ്ങൾ. അങ്ങനെ ബട്ടർ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ആരെണ്ണം കുടിക്കാനായിട്ട് ഞാൻ പായസം എടുത്താണ്. സേമിയ പായസം ആരെണ്ണം അതേ കുടിക്കത്തുള്ളൂ. പിള്ളേർക്കും സേമിയ പായസമാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ഞാൻ എപ്പോഴും സാധാരണ അതാണ് ഉണ്ടാക്കാറ് പതിവ്. പിന്നെ ഞങ്ങൾ പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടൗണിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് ജോൺസ് ബേക്കറി എന്നാണ് ഈ പൊറോട്ട മേടിക്കുന്നത്. നല്ല പൊറോട്ടയാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കനും പൊറോട്ടയായിരുന്നു ഞങ്ങളുടെ വൈകിട്ടത്തെ ഫുഡ്. അപ്പോൾ ഇതുവരെ അവിടുന്ന് പൊറോട്ട മേടിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പൊറോട്ട മേടിച്ച് നോക്കണം. നല്ല പൊറോട്ടയാണ്. ജോൺസ് ബേക്കറി നമ്മുടെ കോട്ടയത്തെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും ബേക്കറി. അങ്ങനെ വൈകിട്ടത്തെ ഫുഡും കഴിഞ്ഞ് മോച്ചോൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദേറ സിറ്റി സെൻറ്ററിലാണ്. ഇന്ന് ചേമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം എനിക്കിന്ന് ആഫ്റ്റർനൂൺ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയിട്ട് ഞങ്ങൾ പള്ളിയിലെല്ലാം പോയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് സിറ്റി സെൻറ്ററിലേക്ക് ചേമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. ചേമ്മ ഇവിടുത്തെ മഴയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ബാക്ക് ടു നോർമലായിട്ട് വരികയാണ്. അപ്പം നമ്മളിപ്പോൾ കുറേ നാൾ കൂടിയാണ് സിറ്റി സെൻറ്ററിലേക്ക് എത്തിയിരിക്കുന്നത്. ചെറിയൊരു കേക്ക് കട്ടിങ്, നമ്മൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. ചെറിയൊരു കേക്ക് കട്ടിങ് നമുക്കുണ്ട്. ഞങ്ങൾക്കൊന്ന് വാങ്ങിക്കുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, ക്ഷമ ഭയങ്കര കേക്കിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അല്ലേ. പക്ഷെങ്കിലും നമ്മൾ ചെറുത് മേടിക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് ഒരു കേക്കും കൂടെ സർപ്രൈസായിട്ട് മേടിക്കണമെന്നുണ്ട്. അപ്പോൾ ചേമ ആ ഒരു ചെറിയ കേക്കാണ് മേടിച്ചത്. ബട്ട് ഞാനതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് വേറെ കേക്ക് മേടിക്കണം. കാരണം എല്ലാ പ്രാവശ്യവും ചെറിയ കേക്കുകൾ നമ്മൾ മേടിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മേടിക്കാം. ചേമ്മ അപ്പുറത്തോട്ട് പോയി അപ്പോഴത്തേക്കും ഞാൻ ചേമ്മയ്ക്കൊരു ചെറിയ കേക്കും കൂടെ മേടിച്ചു. ബിക്കോസ് എനിക്ക് എന്തോ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഇപ്പോഴോർത്ത നൈഫ് മേടിച്ചിട്ട് വരാം. ഞാൻ തപ്പി പിടിച്ചു വന്നു. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ. കേക്ക് ഒന്നിച്ചേക്ക് കേക്ക് കുടിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മമ്മ
അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഇത്ര കഴിച്ചോളൂ. ജസ്റ്റ് ബാക്കി വീഡിയോസ് വിളിക്കാതെ വേറെ എന്ത് കൊടുത്താലും കഴിക്കാത്ത ആള് കേക്ക് കഴിക്കും അല്ലേ? കുറെ നാൾക്ക് കേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ചേമ്മയുടെ ബർത്ത്ഡേക്ക് തന്നെ നമ്മള് കേക്ക് കഴിക്കുന്നു. ഇനി എന്താ ഡിന്നർ വേണ്ടേ? ഒന്നും വേണ്ട. എന്താ ഫുള്ളായി? കഴിഞ്ഞ ആഴ്ച യു എയിലെ മഴ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവരും ന്യൂസിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയും പേര് എന്നോട് പിള്ളേരെ പറ്റി ചോദിച്ചു, അവർ സേഫ് ആണോ എന്ന്. ഒത്തിരിയും പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. കാരണം അവർ രണ്ടുപേരും യു എയിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് ചോദിച്ചതാണ്. മഴ വേണം ഓടിപ്പോ, വെള്ളത്തിലായി. ഇതുകൊണ്ട് ഇതൊക്കെ മുങ്ങിപ്പോയി. അപ്പോൾ പിള്ളേർ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. എന്നാലും അവർക്ക് ജോലിക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ബാനു ഒരു 3 ദിവസത്തോളം ലീവായിരുന്നു. അവൾക്ക് മെട്രോയിലൊക്കെ കയറി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ പോകേണ്ട മെട്രോയൊക്കെ വെള്ളത്തിലായിരുന്നു. പിന്നെ മോശുവിന് അവൾക്ക് പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നുകൊണ്ട് 2-3 ബസ്സൊക്കെ കയറി ഇറങ്ങി 2-3 മണിക്കൂറുകൾ കൊണ്ടൊക്കെയാണ് അവൾ ഓഫീസിൽ ചെന്നുകൊണ്ടിരുന്നത്. എങ്കിലും ലീവൊന്നും എടുക്കാതെ ജോലിക്ക് പോയി. ബാനുവിന് പോകാൻ പറ്റിയില്ലായിരുന്നു. ബാനു ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയാണ് ജോലിക്ക് പോയത്. ബസ്സിനകത്തൊക്കെ വെള്ളം കയറുമായിരുന്നു. അതുപോലെ വെള്ളമായിരുന്നു. അവർ താമസിക്കുന്നതിൻ്റെ അടുത്ത് കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ബാനു ഫസ്റ്റ് ഡേ ജോലിക്ക് മഴ പെയ്ത ദിവസം പോയ ദിവസത്തെ മെട്രോ സ്റ്റേഷനിലെ വെള്ളമാണിത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടി. പിള്ളേരെ മഴയുടെ സമയത്ത് അവർ സേഫാണോ എന്ന് ഒത്തിരി പേരെന്നോട് ചോദിച്ചു. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. സിലിക്കോൺ മാറ്റാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രയോജനമുള്ള സംഭവമാണ് ഇത്. ഞാൻ 5 എണ്ണം മേടിച്ചപ്പോൾ 5 എണ്ണം ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല എനിക്ക് വന്നത്. എല്ലാം ഒന്നും നമ്മൾ ഓർഡർ ചെയ്യുന്നത് തന്നെ ഒന്നും ഓൺലൈനിൽ കിട്ടണമെന്നില്ല. അപ്പം ശരി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ സാധാരണ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണോ എന്ന് ഞാൻ നോക്കാറുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചുമില്ല, അങ്ങനെ വാങ്ങിയതാണ്. കാരണം ഇത് തീരെ ചെറുതാണ്. അതായത് നമുക്കൊരു ഗ്ലാസ്സൊക്കെ വെക്കാൻ പറ്റുന്ന പാകത്തിനേ ഉള്ളൂ. ഞാൻ ഓർഡർ ചെയ്തത് നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു കുക്കറൊക്കെ ആണെങ്കിലും അടുപ്പയിൽ നിന്നെടുത്ത് നമുക്ക് താഴെ വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ളതായിരുന്നു. പക്ഷേ കിട്ടിയത് ഇതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള ഇതുമില്ല, നമുക്കതിൻ്റെ അവസരവും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ ഇത് ഇനിയിപ്പോൾ ഉപയോഗിക്കുകയല്ല, നിവൃത്തിയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കുക്കറൊക്കെ ഞാൻ ഇതുപോലെ 3 എണ്ണം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കും. പക്ഷേ സാധനം നല്ലതാണ്. നമുക്കിപ്പോൾ അടുപ്പിൽ നിന്നൊരു സാധനം ചൂടുള്ളത് നമ്മളൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പക്കടോ വേറെ തുണിയോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇതും കൊണ്ട് പിടിച്ചിട്ടാണെങ്കിലും എടുക്കാം നമുക്ക്. കാരണം നല്ല ഉപയോഗപ്രദമായ ഒരു മാറ്റാണിത്. അപ്പം ഞാനിത് ഏതായാലും മേടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് വലിയ പാത്രമൊക്കെ വെക്കണമെങ്കിൽ ഒരു 2-3 എണ്ണം എടുത്ത് വെച്ച് അതിൻ്റെ 3 എണ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് പാത്രം വെച്ചാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ചൂട് അടുപ്പിൽ നിന്ന് എടുത്ത പാടെയാണ് ഞാൻ കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്നത്. പക്ഷേങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. സംഭവം നല്ലതാണ്, പക്ഷേ ചെറുതായിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.